ആ ദിവസം എന്തായാലും നമ്മളെ വെഡിങ് ആനിവേഴ്സറി അല്ല കേട്ടോ, പുള്ളിക്കാരുടെ ബർത്ത്ഡേ തന്നെയാണ്. ഇന്ന് ഞാൻ ഇക്കയുടെ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടൊന്ന് പരിഷ്കാരമായിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് പുറത്ത് പോയതാണ് കേട്ടോ, കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ബർത്ത്ഡേയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല, അത് നമ്മുടെ ഡെയിലി നീഡ്സ്. നമ്മൾ നേരെ റിലയൻസിൽ പോയി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഈ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടിപൊളി ഡ്രസ്സാണ്. ഞാൻ ഈ ചെറുക്കനെ കൊണ്ടാണ് വീഡിയോ എടുപ്പിച്ചത്. ആലും തുമ്പൊന്നും ഇല്ലാതാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ട് കേട്ടോ. അവിടെ നിന്ന് കിട്ടിയതാണ് ഈ ഒരു ബോൾ. നല്ല ക്രിസ്റ്റലിൻ്റെ ഒരു ഡിസൈനുള്ളൊരു ബോളായിരുന്നു കേട്ടോ. ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, മോക്ക് വേണ്ടി എടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് ബാങ്കിൽ പോയി, അവിടെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സുഡിയോയിൽ പോയി കുറേ സമയത്ത് ഇന്ന് സെയിലുള്ള ടൈമായിരുന്നു കേട്ടോ. ഒരുപാട് പ്രോഡക്റ്റ്സ് അത്യാവശ്യം നല്ല ഓഫർ പ്രൈസിലുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് 1-2 ഐറ്റംസൊക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലഞ്ച് ബോക്സിൽ കയറി അടിപൊളി ബിരിയാണി കഴിച്ചു കേട്ടോ. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തിരക്കാനും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയിട്ടോ. ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ബ്ലഡ് സാമ്പിളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നേ. അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയായപ്പോൾ ഇക്കയുടെ ഫ്രണ്ട്സിൻ്റെ വക കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഷോപ്പിൽ വെച്ച് തന്നെയായിരുന്നു കേട്ടോ കേക്ക് കട്ട് ചെയ്തത്. ചെറിയൊരു കേക്കായിരുന്നു. എൻ്റെ ബർത്ത്ഡേക്ക് ആദ്യമായിട്ട് എനിക്ക് കേക്ക് മേടിച്ചത് എൻ്റെ ഇക്കയാണ് കേട്ടോ. നമ്മളങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് പിന്നെ അങ്ങനെ എൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നതിനോടും വലിയ താല്പര്യമില്ല. പറഞ്ഞ് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.